എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സെഗ്മെന്റ്സ് ഓഫ് എ ആർക്ക്, അതായത് വൃത്തഖണ്ഡങ്ങൾ. നമുക്കറിയാം, ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ, ആ പോയിന്റുകൾക്കിടയിലുള്ള ഭാഗത്തെയാണ് നാം എന്ത് പറയുക, ആർക്ക് എന്ന് പറയുക, അല്ലേ? ഇപ്പം നമ്മൾ ഇവിടെ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള ഭാഗമാണ് ആർക്ക്. അപ്പോൾ നമ്മൾ ഒരു സർക്കിളിൽ രണ്ട് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ എത്ര ആർക്ക് ഉണ്ടാവും? രണ്ട് ആർക്ക് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഒന്ന് ഈ ആർക്ക്, പിന്നെ ഇവിടെ മറ്റൊരു വലിയ ആർക്ക്. അപ്പൊ ഇവയിൽ ഒരു ആർക്കിനെ മറ്റേ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് പറയുക. ആൾട്ടർനേറ്റ് ആർക്ക്, അതായത് മറുചാപം എന്ന് പറയും. അപ്പൊ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ആർക്കുകൾ ഉണ്ടാവും. ഈ രണ്ട് ആർക്കുകളെ ഒരു ആർക്കിന്റെ ഇതിന്റെ മറുചാപം എന്ന് പറയും, ഈ വലിയ ആർക്കിനെ, അല്ലെങ്കിൽ ഈ വലിയ ആർക്കിനെ ഇതിന്റെ മറുചാപം അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കാണ് എന്നാണ് പറയുക. അപ്പോൾ നമുക്കറിയാം, നാം ഈ രണ്ട് പോയിന്റുകൾ, ഈ ആർക്കിന്റെ രണ്ട് അറ്റങ്ങൾ ഈ സെന്ററുമായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ആംഗിൾ കിട്ടും, അല്ലേ? സെൻട്രൽ ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഇത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്, അല്ലേ? ഇനി ഈ ആർക്കിന്റെ തന്നെ ഈ രണ്ട് അറ്റങ്ങൾ ഈ ആർക്കല്ലാത്ത ഈ വൃത്തത്തിലെ മറ്റേതെങ്കിലും ഒരു പോയിന്റിലുമായി നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? കിട്ടുന്ന ആംഗിൾ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും, അല്ലേ? അതും നമുക്കറിയാം. അതായത് ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ ഈ രണ്ട് അറ്റവും ഇത്രയും ഭാഗത്ത്, അല്ലേ? ഈ വൃത്തം, ഈ ആർക്കല്ലാത്ത വൃത്തത്തിന്റെ ഇത്രയും ഭാഗത്ത് ഏതെങ്കിലും, ഞാനിപ്പോൾ ഈ പോയിന്റ് എടുത്തു, ഇതുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും, അല്ലേ? ഇതിപ്പോൾ ഒരു 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അത് തന്നെ, അല്ലേ? അതിൽ വ്യത്യാസമൊന്നുമില്ല, ഇതിന്റെ പകുതി തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നാം ഇവിടെ പറഞ്ഞു, ഈ ചെറിയ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കാണ് ഈ വലിയ ആർക്ക് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് എന്തെന്ന് മാറ്റി പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആക്കി എന്ത് പറയാം? വൃത്തത്തിലെ ഒരു ആർക്കിന്റെ രണ്ട് അറ്റങ്ങള് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കില്, അല്ലെ? അതിന്റെ അതൊക്കെ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അപ്പൊ രണ്ട് അറ്റങ്ങള് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോൾ എന്തായിരിക്കും? ആംഗിൾ ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ആർക്ക് ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ഇതാണ്. അപ്പൊ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഈ ആംഗിളിന്റെ പകുതി കിട്ടി, അല്ലേ? ഇനി നമുക്ക് തിരിച്ചൊന്ന് നോക്കിയാലോ, ഈ വലിയ ആർക്കൊന്ന് നോക്കിയാലോ. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ഇനി നമുക്ക് ഈ ചെറിയ ആർക്ക് നമ്മൾ ആദ്യം എടുത്ത്, അല്ലേ? ഇനി നമുക്ക് വലിയ ആർക്ക്. ഇപ്പൊ ഈ വലിയ ആർക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ, അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്കിപ്പോൾ ഒരു 260 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. 260 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ആർക്ക്, അല്ലേ? ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും, അല്ലേ? അപ്പൊ ഇവിടെ 260 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇപ്പൊ നമ്മൾ ഈ പോയിന്റ് എടുത്തെന്ന് വിചാരിക്കാം. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതിന്റെ പകുതി ആയിരിക്കും, അതായത് 130 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ പോയിന്റ് എടുത്ത് വിചാരിക്കും. അങ്ങനെയാണെങ്കിലും നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഈ ആംഗിൾ എത്രയായിരിക്കും? 130 ആയിരിക്കും. അപ്പോൾ ആൾട്ടർനേറ്റ് ആർക്കിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പൊ നാം ഇതുവരെ പഠിച്ചത് ഒരു ആർക്ക് അതിന്റെ സെൻട്രൽ ആംഗിളും അതുപോലെ തന്നെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിലുള്ള ബന്ധമാണ്, അല്ലേ? അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു ആർക്കിന്റെ രണ്ടറ്റവും ഇതിന്റെ രണ്ട് ആർക്കിൽ ഉണ്ടാക്കുന്ന, അല്ലെ, രണ്ട് ആർക്കിലെ ഏതെങ്കിലും പോയിന്റിൽ ഉണ്ടാക്കുന്ന ഈ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇതൊരു സർക്കിൾ അതെ, ഒരു ആർക്ക്, ഇത് ഒരു ആർക്ക്. ഈ ആർക്കിന്റെ രണ്ടറ്റങ്ങൾ നമ്മളിപ്പോൾ എടുത്ത് ചെറിയ ആർക്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതേ നോക്കിയേ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അത് നമ്മുടെ ഈ ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ. ഇനി ഈ രണ്ടറ്റം നമ്മുടെ ഈ വലിയ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലുള്ള ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാനിപ്പോൾ ഈ പോയിന്റ് എടുത്തു വിചാരിക്കാം. ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇനി ഈ രണ്ടറ്റവും ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇപ്പം നോക്കിയേ, ഈ രണ്ടറ്റവും ഈ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അല്ലേ? അതായത് ഈ ആർക്കിന്റെ രണ്ടറ്റവും ഈ രണ്ട് ആർക്കുകളിലും ഉണ്ടാക്കുന്ന ആംഗിളുകളാണ് ഇത്. അപ്പൊ നാം നോക്കാൻ പോകുന്നത് ഈ രണ്ട് ആംഗിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. ഈ രണ്ട് കോണുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ഈ രണ്ട് കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്.
ഈ രണ്ട് കോണുകളുടെയും തുക എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ ഒരു ആംഗിള് ഇപ്പോൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 50, അതായത് 130 ഡിഗ്രി ആയിരിക്കും. നമ്മൾ എക്സാമിന് എപ്പോഴും ചോദിക്കും, നമുക്ക് ആംഗിളുകൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇത് തന്നിട്ടുണ്ടാവും, ഇത് തന്നിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം, വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വൃത്തഭാഗത്തെയാണ് നാം എന്ത് പറയുക? ആർക്ക് എന്ന് പറയുക, അല്ലേ? അപ്പം ഇത് ഒരു ആർക്കാണ്. ഇപ്പം ഇത് രണ്ട് പോയിന്റുകളാണെങ്കിൽ ഇത് ഒരു ആർക്കാണ്, ഇതും ഒരു ആർക്ക് തന്നെയാണ്, അല്ലേ? ഇനി നമുക്ക് ഉണ്ടാവും കോഡ്. കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്, ഈ രണ്ട് പോയിന്റുകൾ അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. എങ്ങനെ? ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പോൾ അതിനെയാണ് നാം കോഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ രണ്ട് പോയിന്റുകൾ സ്ട്രൈറ്റ് ലൈൻ അതിൻ്റെ കൂട്ടി യോജിപ്പിച്ചു. ഇതിനെയാണ് നാം കോഡ് എന്ന് പറയുക. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഈ വൃത്തത്തിന്റെ ഭാഗം, അല്ലേ? ഈ വളഞ്ഞ ഭാഗമാണ് ആർക്ക്. ഇവ തമ്മിൽ സ്ട്രൈറ്റ് ലൈൻ വെച്ച് കൂട്ടി യോജിപ്പിച്ചാണ് ഇതിനെയാണ് ഇപ്പോൾ കോഡ് എന്ന് പറയുക. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് ഏതായിരിക്കും? ഏറ്റവും വലിയ കോഡ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ, അതായത് സെൻട്രൽ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന കോഡായിരിക്കും ഏറ്റവും വലുത്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലുത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതിലേക്ക് ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന കോഡാണ് ഏറ്റവും വലിയ കോഡ്. അതായത് ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് ഏതാണ്? അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ വ്യാസമാണ് ഏറ്റവും വലിയ കോഡ്. അപ്പോൾ ഒരു കോഡ് ഈ വൃത്തത്തിന്റെ മൊത്തം ഭാഗത്തെ എത്രയായി ഭാഗിക്കുന്നു? ഇവിടെ നോക്കിയ കോഡ് വരച്ചപ്പോൾ രണ്ടാക്കി ഭാഗിക്കുന്നു, അല്ലേ? ഈ ഒരു ഭാഗം, പിന്നെ ഇങ്ങനൊരു ഭാഗം. അങ്ങനെ ഒരു കോഡ് വൃത്തഭാഗത്തെ മൊത്തം രണ്ട് കഷ്ണങ്ങളാക്കി ഭാഗിക്കുന്നു. അപ്പം ഈ ഓരോ ഭാഗത്തെയും നാം എന്ത് പറയും? അതിനെയാണ് നാം സെഗ്മെന്റ് എന്ന് പറയുക. സെഗ്മെന്റ്സ്. അപ്പോൾ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഒരു കോഡ് വൃത്തത്തെ രണ്ട് കഷ്ണങ്ങളാക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഓരോ ഭാഗത്തെയും നാം സെഗ്മെന്റ്സ് എന്ന് പറയും. അതായത് വൃത്തഖണ്ഡം എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ആർക്കിന്റെ കാര്യത്തിൽ പറഞ്ഞു, അല്ലേ? എന്തെന്ന് പറഞ്ഞു? നമ്മൾ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു സെഗ്മെന്റിനെ മറ്റൊന്നിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്നാണ് പറയുക. അതായത് ഇപ്പം ഇതൊരു സെഗ്മെന്റ് ആണ്, ഇതിനെ നാം എന്ത് പറയും? ഈ വലിയ സെഗ്മെന്റിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ്, അല്ലെങ്കിൽ ഇതിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഇത്. മനസ്സിലായല്ലോ? നാം ആൾട്ടർനേറ്റ് ആർക്ക് പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് നോക്കിയാൽ ഇത് ഒരു സെഗ്മെന്റ് ആണ്, അല്ലേ? സെഗ്മെന്റിലെ എങ്ങനെ കോൺ വരച്ചാലും, അതായത് ഈ രണ്ട് പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു കോൺ വരച്ചാലും ഈ ആംഗിളുകളൊക്കെ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും, അല്ലേ? രണ്ട് സെഗ്മെന്റിലെയും, അതായത് ഒരു സെഗ്മെന്റിലെയും അതിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിലെയും കോണുകളുടെ തുക എപ്പോഴെന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തി ആർക്കിന്റെ കാര്യം, അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ഒരു കോൺ, ഇപ്പൊ ഉദാഹരണത്തിലെ ഈ കോൺ, ഇവിടെ ഒരു കോൺ ഉണ്ടാക്കി, അല്ലേ? അതും ഇനി ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ഒരു കോൺ, ഇപ്പൊ ഇങ്ങനെ കോൺ വരച്ചു വിചാരിക്കാം. ഇതെന്തായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ആർക്കിന്റെ കാര്യം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 51 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്നും നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിലൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അല്ലേ? അതിൽ നമുക്ക് കുറച്ച് കോണുകളുടെ അളവ് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിലെ ത്രികോണം ABC, ട്രയാങ്കിൾ ABCയിലെയും ട്രയാങ്കിൾ OBC ഈ ത്രികോണങ്ങളിലെയും രണ്ടിലെയും എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നോക്കിയേ, ആദ്യം നമുക്ക് ഇവിടെ ഒന്നും ആംഗിൾ കിട്ടാൻ ഒരു വഴിയും കാണില്ല, അല്ലേ? ഒരു വഴിയും കാണില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ Oയും Aയും തമ്മിലൊന്നും ഇങ്ങനെ ബന്ധിപ്പിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ ഇവ തമ്മിലൊന്ന് ബന്ധിപ്പിച്ചു, അല്ലേ? ഇപ്പം നമുക്ക് നോക്കിയാൽ ഇവിടെ ഇങ്ങനൊരു ത്രികോണം കിട്ടി, ആണല്ലോ? അതിലെ ഒരു ആംഗിൾ നമുക്കറിയാം 20. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ത്രികോണത്തിലെ ഈ രണ്ട് വശങ്ങൾ, അല്ലേ? രണ്ട് വശങ്ങൾ തുല്യമാണ്. എന്താ കാരണം? ഈ രണ്ട് വശങ്ങളും ഈ ത്രികോണത്തിലെ ആരങ്ങളാണ്, റേഡിയസ് ആണ്, അല്ലേ? അപ്പൊ റേഡിയസ് ഈക്വലാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഇത് എന്ത് ത്രികോണമാണ്? ഒരു ഐസോസെലസ് ത്രികോണമാണ്, അതായത് സമപാർശ്വ ത്രികോണമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണത്തിൽ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളാണ് സമപാർശ്വ ത്രികോണം. അപ്പോൾ ആ സമപാർശ്വ ത്രികോണത്തിലെ രണ്ട് കോണുകളും തുല്യമായിരിക്കും, അല്ലേ? അതായത്
സെയിമായ ഒരേ നീളമുള്ള വശങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ വശവുമാണ് തുല്യം. അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയായിരിക്കും? 20 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കിട്ടി 20 ഡിഗ്രി. അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. ഇത് എഴുതാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കരുത്. നിങ്ങൾക്ക് പിന്നീട് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുന്നത്. ഐസോസെലസ് ട്രയാങ്കിൾ ഏതാണ്? AOB. അതിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ പറ്റും? OAB കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ OAB എന്തായിരിക്കും? OAB = ഈ ആംഗിൾ എന്തിന് തുല്യമായിരിക്കും? ഈ ആംഗിളിന് തുല്യമായിരിക്കും അല്ലേ? അതായത് ABOക്ക് തുല്യമായിരിക്കും. ആംഗിൾ ABOക്ക് തുല്യമായിരിക്കും 20 ഡിഗ്രി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഈ ത്രികോണം നോക്കിയേ, AOC എന്ന് പറയുന്ന ത്രികോണം നോക്കിയേ. അതിൽ ഈ വശവും ഈക്വലാണ് അല്ലേ? കാരണം എന്താ? റേഡിയസുകളാണ്. അപ്പോൾ അതെന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് ഓപ്പോസിറ്റുള്ള കോണും ഇതിന് ഓപ്പോസിറ്റുള്ള കോണും തുല്യമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റുള്ള കോൺ എത്രയായിരിക്കും? ഇത് തന്നെയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത അത് ഇൻ ഐസോസെലസ് ട്രയാങ്കിൾ ഏതാണ്? AOC ആംഗിൾ OAC ഏതിന് തുല്യമായിരിക്കും? ഇതിന് OCAക്ക് തുല്യമായിരിക്കും അല്ലേ? ആംഗിൾ OCA എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും വരിക. അപ്പോൾ ഇത് നമുക്ക് 30 ഡിഗ്രിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കിയാൽ വലിയ ത്രികോണം ABCD ആംഗിൾ A കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ആംഗിൾ A എന്ത് വരും? 20 + 30 അല്ലേ? 20 + 30 50 ഡിഗ്രി. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ 50 ഡിഗ്രി, അതായത് ഈ ആർക്ക് അല്ലെങ്കിൽ ഈ കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതേ ആർക്ക് ഈ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ BOC എത്രയായിരിക്കും? ആംഗിൾ BOC ഇതിൻ്റെ ഇരട്ടി അല്ലേ? 2 × 50, അതായത് 100 ഡിഗ്രി. അപ്പോൾ ഇത് നമുക്ക് കിട്ടി 100 ഡിഗ്രി. നമുക്ക് ഇത് നോക്കി ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ഇത് 100 കിട്ടിയല്ലേ? ഇതും എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ തന്നെയാണ്. കാരണം എന്താ? ഇത് റേഡിയസ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റുള്ള കോണുകൾ രണ്ടും സെയിം ആയിരിക്കണം അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 100 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കി ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതായത് ഇൻ ഐസോസെലസ് ട്രയാങ്കിൾ OBCയിൽ ഈ ആംഗിളും അപ്പോൾ 180 നിന്ന് ഈ 100 കളയാം. അപ്പോൾ ബാക്കി എത്ര കിട്ടും? അതാണ് ഇവർ രണ്ടാളും കൂടി ഷെയർ ചെയ്തെടുക്കേണ്ടത്, ഈക്വലായിട്ട് എടുക്കേണ്ടത് അല്ലേ? അതായത് ആംഗിള് OBCയും ആംഗിള് OCB. അപ്പോൾ അവരുടെ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? ഈ 180 100 കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ 180 നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ അവയുടെ മൊത്തം ആംഗിൾ കിട്ടി, അതായത് 80 ഡിഗ്രി. 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓരോന്ന് എത്ര വരും? ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? ആംഗിൾ OBC ഇതിൻ്റെ പകുതി 40 ഡിഗ്രി ആയിരിക്കും. പിന്നെയോ ആംഗിൾ OCB 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കിട്ടി 40 ഡിഗ്രി, ഇതും കിട്ടി 40 ഡിഗ്രി. ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിലുള്ള ഈ ത്രികോണത്തെ എല്ലാ കോണുകളായി ഇന്ന് നോക്കിയേ. ആദ്യം ത്രികോണം ABCയിൽ ട്രയാങ്കിൾ ABCയിലത്തെ കോണുകൾ നോക്കിയേ. ABCയിൽ ആംഗിൾ A എത്ര കിട്ടി നമുക്ക്? A നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 30 + 20 അല്ലേ? 30 + 20 50. അത് നമുക്ക് കിട്ടി 50 ഡിഗ്രി. ഇനി ആംഗിൾ B എത്ര കിട്ടും നമുക്ക്? 20 ഉം 40 അല്ലേ? കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടി 20 + 40 60 ഡിഗ്രി. ഇനി നമുക്ക് C കിട്ടണം അല്ലേ? അപ്പോൾ ആംഗിൾ C എത്ര വരും? 40 + 30 40 30 70 ഡിഗ്രി. പിന്നെ ചോദിച്ചിട്ടുള്ള ആംഗിൾ OBC അല്ലേ? അപ്പോൾ ആംഗിൾ OBCയിലെ ആംഗിളുകൾക്ക് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മൾ 100 40 40.
അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ഫിഗർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫിഗർ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ത്രികോണം എ ബി സിയിലെയും ത്രികോണം ഒ ബി സിയിലെയും ആംഗിളുകളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ആംഗിളുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നാം നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ വെച്ച് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നാം എന്ത് കൊണ്ടുവരാം? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ, സമപാർശ്വ ത്രികോണത്തിന്റെ കാര്യം കൊണ്ടുവരാം. ഇപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് 30 തന്നിട്ടുണ്ട് അല്ലേ, 30 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് കൂട്ടിമുട്ടിച്ച് നോക്കിയേ, ഇതെങ്ങനെ യോജിപ്പിച്ചു. അപ്പോൾ എന്ത് വരും? ഈ ത്രികോണത്തും ഐസോസെലസ് ട്രയാങ്കിളായി രണ്ടും റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണോ അതായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇൻ ഐസോസെലസ് ട്രയാങ്കിൾ ഏതാണ്? എ ഒ സി. എ ഒ സി അതിൽ നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിക്കാൻ പോണ്. ആംഗിൾ ഒ എ സി. ആംഗിൾ ഒ എ സി എത്രയായിരിക്കും? ഇതിൻ്റെ അതേ അളവായിരിക്കും അല്ലേ, ഒ സിയുടെ അളവ് തന്നെ ആയിരിക്കും. ഈക്വൽ ടു ആംഗിൾ ഒ സി എ. അപ്പോൾ ഒ സി എ 30 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 30 ഡിഗ്രി തന്നെ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി 30 ഡിഗ്രി. അപ്പോൾ ഇതിൽ നമുക്ക് വേണം നോക്കിയേ, ഈ ത്രികോണത്തിൽ ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ഇത് 30 ആണെങ്കിൽ 180 നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം. എ ഒ സി. ആംഗിൾ എ ഒ സി എത്ര കിട്ടും? ഈക്വൽ ടു 180 നിന്ന് എത്ര കുറക്കണം? 30 + 30 അല്ലേ, രണ്ട് കോണും കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. അതായത് 180 - 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120. അപ്പോൾ ഈ കോൺ നമുക്ക് കിട്ടി 120. ഈ കോൺ. ഇനി നമുക്ക് നോക്കിയേ, ഈ ത്രികോണത്തിലേക്ക് കിടക്കാം, ചെറിയ ത്രികോണം. ഇവിടെ ബി ഒ സി എന്ന് പറയുന്ന ത്രികോണം, ഇവിടെ ഓ ഉണ്ട്. അപ്പോൾ ബി ഒ സി എന്ന് പറയുന്ന ത്രികോണം ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 40 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇൻ ഐസോസെലസ് ട്രയാങ്കിൾ ഏതാണ്? ബി ഒ സി. ബി ഒ സി. ബി ഒ സിയിൽ ഇതെത്ര കിട്ടും നമുക്ക്? ഒ സി ബി അല്ലേ. ആംഗിൾ ഒ സി ബി എത്രയായിരിക്കും? ഇതിൻ്റെ അതേ അളവ് തന്നെ ആയിരിക്കും അല്ലേ. ആംഗിൾ ഒ ബി സി. ഒ ബി സി എത്രയാണ്? 40. അപ്പോൾ ഒ സി ബി എത്രയാണ്? അതും 40. അപ്പം ഒ സി ബി എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇനി എന്ത് കാണാം? ഈ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലേ. ഈ ത്രികോണത്തിലെ ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. അതായത് ആംഗിൾ ബി ഒ സി. ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 നിന്ന് രണ്ടും കൂട്ടി കുറച്ചാൽ മതി അല്ലേ. 180 - 40 + 40. അപ്പോൾ എത്ര വരും? 100 ഡിഗ്രി. അപ്പോൾ ഇത് കിട്ടി നമുക്ക് 100 ഡിഗ്രി. അപ്പോൾ നമ്മൾ നോക്കിയ ത്രികോണം ഒ ബി സിയിലത്തെ എല്ലാ ആംഗിളും കിട്ടി അല്ല. ഒ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിലെ ഇത് 100, ഇത് 40, ഇത് 40 എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പറഞ്ഞാൽ എ ബി സിയിലത്തെ ആംഗിൾ അല്ലേ. എ ബി സിയിലത്തെ ആംഗിൾ ഈ ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ആംഗിൾ എ എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് മൊത്തം കിട്ടിയിട്ടില്ല, ഇവിടുത്തെ ഈ കഷ്ടം കൂടി കിട്ടണം അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ എ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ട്രയാംഗിൾ ബി എ സി. ബി എ സിയിൽ ആംഗിൾ എ, ഈ വലിയ ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ നോക്കിയേ, ഈ വലിയ ആംഗിൾ അല്ലേ, അതായത് ഇതാണ് ആർക്ക്. ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ 100 ആണ്. അങ്ങനെയാണെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എത്രയാണെന്ന് നോക്കിയാൽ ഇതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ. അതായത് 100/2. അപ്പോൾ 50 ഡിഗ്രി. 100/2 ഈക്വൽ ടു 50 ഡിഗ്രി. ഇത് നമുക്ക് പല മാർഗങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നോക്കിയാൽ നമുക്ക് ആദ്യം ഈ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലേ. മൊത്തം 360. അപ്പം 360 നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടി. കണ്ടില്ലേ, ഈ ആംഗിൾ കിട്ടും. പിന്നെ ഇത് 180 ഡിഗ്രി, അതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയും കണ്ടുപിടിക്കാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് മൊത്തം 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ബി എ ഒ എന്ന് പറഞ്ഞ ആംഗിൾ എത്രയായിരിക്കും? 50-ൽ നിന്ന് 30 കുറച്ചാൽ മതി അല്ലേ. ആംഗിൾ ബി എ ഒ ഈക്വൽ ടു 50 മൈനസ് ഇത് 30 ഈക്വൽ ടു 20. അപ്പം ഇത് നമുക്ക് കിട്ടിയ എന്തെന്ന്? 20 ഡിഗ്രി. അപ്പം ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 20 ഡിഗ്രി അല്ലേ. ഇത് സമപാർശ്വ ത്രികോണം തന്നെയാണ്. അപ്പോൾ ആംഗിൾ എ ബി ഒ എന്ന് പറഞ്ഞ ആംഗിൾ എത്രയായിരിക്കും? അതും 20 ഡിഗ്രി തന്നെ, ഈക്വൽ ടു 20 ഡിഗ്രി. നമുക്ക് ആവശ്യമുള്ള എല്ലാ ആംഗിളും കിട്ടിയില്ലേ. അതായത് നോക്കിയാൽ ട്രയാങ്കിൾ എ ബി സിയിൽ ചോദിച്ചിട്ടുള്ളത് എ ബി സിയിലെ ആംഗിളുകൾ നോക്കിയാൽ ആംഗിൾ എ എത്ര കിട്ടി നമുക്ക്?
ഇവിടെ നമുക്ക് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട് 50 കിട്ടിയിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ 20 + 30 50 ഡിഗ്രി. ഇനി ആംഗിൾ ബി 20 + 40 60 ഡിഗ്രി. ഇനി ആംഗിൾ സി = 40 + 30 70 ഡിഗ്രി. പിന്നെ കണ്ടുപിടിക്കേണ്ട ആംഗിൾ ട്രയാംഗിൾ ഒ ബി സി ആണ് അല്ലേ, ഒ ബി സി. ഇതിലെ എല്ലാ ആംഗിളുകളും നമ്മൾ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 100 40 40. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചിത്രം അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ത്രികോണം എ ബി സിയിലെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും കോണുകൾ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നോക്കിയാൽ ഈ കോണും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എ ബി സി ഈ ത്രികോണത്തിലെ കോണുകൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഒ ബി സി ഈ ത്രികോണത്തിലെ കോണുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 70 ഡിഗ്രി കണ്ട, ശ്രദ്ധിക്കുക, ഇവിടെ 70 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി. അപ്പോൾ 70 ഡിഗ്രി ഈ കോൺ അല്ലേ, ഈ കോൺ. അപ്പോൾ ഈ ആർക്ക് കണ്ടല്ലോ, ഈ ആർക്ക് സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന കോണാണ് 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതേ ആർക്ക് തന്നെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര നോക്കിയാൽ ഈ പോയിന്റ് അല്ലേ. ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ കണ്ടോ. അപ്പോൾ ഇത് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ 70 ആണ്, അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും അല്ലേ, അതായത് 35. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആംഗിൾ എ ബി സി കിട്ടി. ആംഗിൾ എ ബി സി = 70/2 = 35. കിട്ടിയത് മനസ്സിലായല്ലോ, എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ആർക്കിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 35 ഡിഗ്രി, ഇതിൻ്റെ പകുതി. അതേപോലെ തന്നെ വിളിക്കുക, ഇവിടെ 40 ഡിഗ്രി അല്ലേ, ഈ ആർക്കാണ്, അതിൻ്റെ സെൻട്രൽ ആംഗിളാണ് 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് നോക്കിയത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അല്ലേ, ഈ അറ്റത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ. അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി 20 ഡിഗ്രി. കണ്ട. അപ്പം ആംഗിൾ ബി സി എ = 40/2 = 20 ഡിഗ്രി. ഇനി നമുക്ക് നോക്കിയാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. അപ്പം ആംഗിൾ ബി എ സി = 180, മൊത്തം 180. അതിൽ നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കുറയ്ക്കല്ലേ, 35 + 20. അപ്പം എത്ര വരും? 180 നിന്ന് 55 കുറച്ച് കഴിഞ്ഞാൽ 125. അപ്പോൾ ഇത് കിട്ടി നമുക്ക് 125. അപ്പോൾ കണ്ടില്ലേ, എ ബി സി ത്രികോണം എ ബി സിയിലെ എല്ലാ കോണുകളും കിട്ടി 20, 125, 35. ഇനി നമുക്ക് വേണ്ട ഒ ബി സി ആണ് അല്ലേ. ഒ ബി സിയിലെ കോണുകൾ കണ്ടുപിടിക്കണം. ഒ ബി സി എന്ന് പറയുന്നത് എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. അതായത് ഇത് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഇതിന് ഓപ്പോസിറ്റിലെ കോണും ഈ രണ്ട് കോൺ ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ രണ്ട് കോൺ ഈക്വൽ ആയിരിക്കണം. മൂന്നാമത്തെ കോൺ എത്രയാണ്? ഈ വലിയ കോൺ 70ഉം 40ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 110 ആണ് ഈ കോണ്. ബാക്കി 180 നിന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയത് നമുക്ക് കിട്ടും. അപ്പോൾ ഇൻ ഐസോസെലസ് ട്രയാങ്കിൾ ഏതാണ്? ഒ ബി സിയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ആംഗിൾ ഒ ബി സി അല്ലേ, അതും ആംഗിൾ ഒ സി ബിയും. ആംഗിൾ ഒ ബി സിയും പ്ലസ് ആംഗിൾ ഒ സി ബിയും എത്രയായിരിക്കും? 180 നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ. 180 നിന്ന് ഈ 40 + 70, 40 70 കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും കൂടി കൂട്ടിയത് കിട്ടും. അതായത് 180 നിന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 70 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 70, രണ്ട് ഈക്വലാണല്ലോ. അപ്പോൾ ഒ ബി സി എത്രയായിരിക്കും? ഒ ബി സി ഇതിൻ്റെ പകുതി 35 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഒ സി ബി എത്രയായിരിക്കും? 35 ഡിഗ്രി. അപ്പോൾ ഇത് 35 ഡിഗ്രി, ഇതും 35 ഡിഗ്രി. ഇപ്പം നമുക്കെല്ലാം കിട്ടിയല്ലോ. എ ബി സി നോക്കിയാൽ എ ബി സിയിൽ എ കിട്ടി 125, ഇത് കിട്ടി. ഒ സി ബിയിലോ? ഒ സി ബിയിൽ ഇത് 35, ഇതെത്രയാണ്? 110. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.